സെൻട്രലത്തെ ടെക്കിൻ്റെ പോയിന്റ് ഇത് ഇതിൻ്റെ ആദ്യം ചോദിച്ചാൽ അതാന്നർത്ഥം ഞാൻ ഇത് മാർക്ക് കറക്റ്റ് അളവ് കേട്ടോ. 3/4 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ടായില്ലേ, 9.25 3/4 10.5 അല്ലേ പറഞ്ഞത്? കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. പത്തര കണ്ടില്ലേ? അപ്പോൾ ഇതെന്താ 10.5 ഈ 10.5 3/4 ഇഞ്ച് കൂട്ടിയിട്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് തന്നു, ഇവിടെ ഒരു 1/4 ഇഞ്ച്. അതിനാണ് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടിയിട്ടത്. ഇത് തയ്ച്ച് വന്ന് ഇതും തയ്യത്തുമ്പും പോയി കഴിഞ്ഞാൽ ഇവിടെ 9.25 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് വേണം കറക്റ്റായിട്ട് കിട്ടും. കണ്ട ഈ അളവ് കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ? ഇത് നെക്കിൻ്റെ ഇവിടുത്തെ ഇതും പറഞ്ഞില്ലേ 2.25 ആണ് നമുക്ക് വേണ്ടത്. തയ്യത്തുമ്പും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതളവ് ഇത് കറക്റ്റ് 2.25 ഉള്ളൂ. ഒരു പോയിന്റ് കൂട്ടിയിട്ടുണ്ട്. മുകളിൽ തയ്യത്തുമ്പ് വീതിയിൽ പിടിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് തയ്ച്ച് കഴിഞ്ഞാൽ വണ്ണം കറക്റ്റ് ആയിരിക്കും. വേറെ ഒന്നും ചെയ്യാനൊന്നും. ഇവിടുത്തെ അളവും ഈ ടെക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കാണല്ലോ. 3 ടെക്ക് മതിയില്ല, 4 ടെക്ക് 1 അല്ല 3 ടെക്ക് 1 2 3. ഇവിടെ നിന്നൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഇടുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ തയ്യത്തുമ്പും കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൂടുതലിട്ടുണ്ട്. മോൾക്ക് ആവശ്യത്തിന് ടെക്ക് കുറയ്ക്കുക അങ്ങനെയുള്ളത് വണ്ണമുള്ളവരനുസരിച്ച് ഇടാം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യത്തുമ്പും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ച് മതി. കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ബാക്കും ഫ്രണ്ടും ആയില്ലേ. ഇനി കൈയാണ്. കൈ നമുക്ക് വരുന്നത് സ്ലീവ് 8 ഇഞ്ച് ഇറക്കമാണ്. നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് വെട്ടുമ്പോൾ കിട്ടില്ല. കയ്യെത്തുമ്പോൾ ഇത്രയും കിട്ടും. ഓരോന്നായിരം ജോയിൻ്റ് ഒന്നും കൊടുക്കരുത്. വരച്ച് കുറേ കൂട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊന്ന് വരച്ചു വിടായിരുന്നു കേട്ടോ. കൈയിൻ്റെ അളവ് മടക്കി വെക്കാൻ അളവ് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് ഇറക്കാം. 8.25 ഒരു പോയിന്റ് ഇടാം. ഈ മാർക്കിന് മടക്കാനുള്ളതെന്ന് ഇതിൽ തന്നെ മടക്ക് വരാമോ കേട്ടോ. കൂടുതൽ മടക്കാൻ അപ്പോൾ ഇറക്കം കുറയും. അപ്പോൾ ഇത്ര മതിയോ? അതഞ്ഞ് കൂട്ടണോ അടിയിൽ? മടക്കി അടിക്കാതെ അതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കണോ. അപ്പോൾ നമ്മൾ ലൈനിങ് കൂട്ടി അടിക്കണ്ടല്ലേ? ലൈനിങ് അടിച്ച് പറിക്കാനാണോ? ലൈനിങ് അടിച്ച് പറിക്കാനാണെങ്കിൽ ഇത് വെക്കാം. മടക്കി അടിക്കാം അല്ലേ? മടക്കിയിട്ട് തുന്നാനോ. അതെങ്ങനെ ചെയ്യണോ ഉദ്ദേശിക്കണം? അങ്ങനെ മറ്റോണം ചെയ്യാം. മടക്കി തുന്നാം. മടക്കി തുന്നാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുക. 2 പീസും കേട്ടോ. ആണെങ്കിൽ ഇച്ചിരി കൂടി കൂടുതലുണ്ട്. അതിപ്പോൾ 1.25 ഉണ്ട്. 1 ഇഞ്ച് മടക്കി അടി കിട്ടും മടക്കം. ഇത് മതി. 8.25 ഇഞ്ച് ഇവിടെ വയ്ക്കാം. ഒരു പോയിന്റ് കൂടിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. തയ്യത്തുമ്പിന് ഇത് ഇതേ 8.25 ഒരു പോയിന്റ്. ഇവിടെ ഒരു 3.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഒരു 9 ഇഞ്ച് ഇട്ടേക്കാം. ഇഞ്ച് വെള്ളം വെച്ചിട്ട് ഇവിടുത്തെ 5.25 ഇഞ്ച് വെള്ളം
അളവ് വരും. സെന്ററിൽ വരച്ചത് എത്രയാണ്? ഇവിടുത്തെ കുഴി ഇറക്കി വെച്ചത് കായ്ക്കുഴി. അത് നോക്കിയാൽ മതി കേട്ടോ. കണ്ടോ അങ്ങനെ അളവ് കിട്ടും. ഞാൻ തയ്ച്ചാൽ അത് ഒരെണ്ണം കൂടി കുറഞ്ഞു വരും. ഞാൻ വെട്ടി തയ്ക്കുമ്പോഴേ ഒരെണ്ണം കൂടുതൽ വരും, അങ്ങനെയൊന്നും വരരുത് കേട്ടോ. കുറഞ്ഞും വരും. അതപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്താൻ അങ്ങനെയൊന്നും വരരുത്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചേക്കണം. പഠിപ്പിക്കണതിന് ഒരേ രീതിയല്ല. ശരിയാ. അത് ഒരെണ്ണം വെട്ടിയാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഈ തൊണ്ട കയറി വരച്ചാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് പിന്നെ സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങളത് നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ പേരെന്താ ചാനൽ? പേര് രവി. രവി ചാനലില് രവിന്ന് ആണോ? ചേച്ചിയുടെ വീഡിയോ ഇട്ടിരുന്നു, ഞാൻ ചേച്ചിക്ക് അയച്ചുതരാം. ചേട്ടൻ്റെ പേര് രവി. അത് അല്ലാതെ ഇതിലില്ല അല്ലേ? ഏതിലാ? ചേട്ടൻ്റെ ചാനലാണ് ഇതിവിടെ